നമസ്കാരം, ഏവർക്കും പൗളി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൗരോഹിത്യ വഴിയിൽ 55 വർഷങ്ങൾ പൂർത്തിയാക്കി പാപ്പ. പരിശുദ്ധ മറിയത്തിന്റെ മാതൃത്വം വിശ്വാസമർപ്പിക്കുന്നു പാപ്പ. തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴ്ത്തിന്റെ 74ാം ജന്മദിനം ആഘോഷിച്ചു. മിസ്പ 2024 ഹോം മിഷൻ സമാപിച്ചു. വാർത്തകൾ വിശദമായി. പൗരോഹിത്യ വഴി 55 വർഷങ്ങൾ പൂർത്തിയാക്കി പാപ്പ. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പാപ്പ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് ഡിസംബർ മാസം 13-ാം തീയതി 55 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. തന്റെ ദേവവിളിയെ വിശുദ്ധ മത്തായിയുടെ ദേവവിളിയുമായാണ് പാപ്പ സാമൂഹികയത്. പാപിയായി തന്നെ ദൈവം തന്റെ വിരൽ നീട്ടി കൃപ തന്നതിന്റെ ഫലമാണ് ദൈവിക പാതയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞതെന്ന് പാപ്പ പറഞ്ഞു. specialmente verso le persone escluse, cioè verso i peccatori. പരിശുദ്ധ മറിയത്തിന്റെ മാതൃത്വം വിശ്വാസമർപ്പിക്കുന്നു പാപ്പ. 1831 മെക്സിക്കോയിലെ വടക്കൻ ഗ്രാമത്തിലെ ഗോണ്ടാലുപ്പയിലെ ഹുവാൻ ദിയോഗ എന്ന ചെറുപ്പക്കാരന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന്റെ തിരുനാൾ ഡിസംബർ 12-ന് വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ പാപ്പ അർപ്പിച്ചു. നിന്റെ മാതാവായ ഞാനിവിടെയില്ലേ, നീ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് ഹുവാനോട് ചോദിച്ച പരിശുദ്ധ മറിയത്തിന്റെ ആർദ്രത പാപ്പ അനുസ്മരിച്ചു. അതിരൂപത വാർത്തകൾ. തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴ്ത്തിന്റെ 74ാം ജന്മദിനം തൃശൂർ സാംസ്കാരിക നഗരി ഒന്നാകെ ഏറ്റെടുത്തു. അന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന തൂങ്കിഴി പിതാവിന്റെ ഒപ്പമാണ് താഴത്ത് പിതാവ് എല്ലാ വർഷവും ജന്മദിനം ആഘോഷിക്കാറ്. കാച്ചേരി മൈനർ സെമിനാരിയിൽ തൂങ്കിഴി പിതാവ് വിശ്രമ ജീവിതം നയിക്കുകയാണ്. ഇടവക വാർത്തകൾ. മിസ്പ 2024 ഹോം മിഷൻ സമാപിച്ചു. ഹോം മിഷന്റെ സമാപനം ഇടവക വികാരി സ്റ്റാർസൺ പള്ളിക്കാടൻ അച്ഛന്റെ നേതൃത്വത്തിൽ സുമിചിതമായി ആഘോഷിച്ചു. എല്ലാ യൂണിറ്റിൽ നിന്നും ജപമാല ചൊല്ലി പള്ളിയിലേക്കെത്തി തുടർന്ന് ആരാധനയും മിസ്പ 2024 സമാപന സമ്മേളനം പാപ്പാപൂരം 2024 യൂണിറ്റ് അടിസ്ഥാനത്തിൽ മത്സരവും നടത്തി. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. വാർത്തകൾ വായിച്ചത് 7ാം ക്ലാസ്സിൽ നിന്നും ഇഷിത മേരി ജോസ്.